എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ കൂരാലി, ഇളങ്കുളം എന്നീ ടൗണുകൾക്ക് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ്. 27 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത്. ഈ വീടിൻ്റെ ഇരുവശങ്ങളിൽ കൂടിയും റോഡുണ്ട്. ഇത് ടാറിങ് ആവുന്ന റോഡാണ്. വളരെ മനോഹരമായിട്ട് നല്ല ക്വാളിറ്റിയിൽ പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീടാണ്. വീടിൻ്റെ ഈ മുറ്റമൊക്കെ നല്ല ഗാർഡനൊക്കെ ചെയ്തൊരു പാർക്ക് പോലെ നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്. ഈ വീടിന് ചോദിക്കുന്ന വില 1,35,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ഇനി നമുക്ക് 16 സെൻറ്റും വീടുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,25,00,000 രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില. വിലയിൽ മാറ്റം വരുത്തുന്നതാണ്. ഇതാണ് നമ്മുടെ ബസ് റോഡിൽ നിന്നും വരുന്ന റോഡാണ്. ഈ പ്ലോട്ടിലേക്ക് ധാരാളം വീടുകളൊക്കെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് ഇരിക്കുന്ന വീടാണ് ഈ വീട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ പുറകിൽ വരുന്ന 11.5 സെൻറ്റ് സ്ഥലം. കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ പുറകിലത്തെ സ്ഥലം കൂടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ കൃഷികളൊക്കെ ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. റോഡിൽ നിന്നും വീട്ടിലേക്ക് കയറുന്ന ഭാഗമാണിത്. ബാംഗ്ലൂർ സ്റ്റോൺ പതിപ്പിച്ച് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. വലിയൊരു ഗേറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ കാർ പോർച്ച് കാണാം. 3-4 വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുറ്റം ഈ വീടിനുണ്ട്. വീടിൻ്റെ മുൻവശം നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു വീടാണ്. ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് നമുക്ക് കിണർ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഇതാണ് നമ്മുടെ ഒരു കിണർ വരുന്നത്. കിണറിലേക്ക് ഓരോ വർക്കുകളും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നല്ല മനോഹരമായിട്ട് തന്നെ ഓരോ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണിത്. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തെങ്ങ് പോലത്തെ സാധനങ്ങളൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവിടെ അങ്ങനത്തെ വൃക്ഷങ്ങളൊക്കെ വയ്ക്കാം. ഇല്ലാത്തവർക്ക് ചെടികളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് അവിടെ തിരിച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 വലിയ ബെഡ്റൂമുകൾ, ലിവിങ് ഹാൾ, ഡൈനിങ് ഹാൾ, ഫാമിലി ലിവിങ്, കിച്ചൺ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട്, കാർ പോർച്ച് മുതലായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള വീടാണ്. വീടിൻ്റെ മുകൾ വശം പൂർണ്ണമായിട്ടും റൂഫ് ചെയ്തിരിക്കുന്നു. നല്ലൊരു ഫംഗ്ഷനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് വീടിൻ്റെ റൂഫൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു കാണുന്ന ഭാഗം നമ്മുടെ ഒരു വർക്ക് ഏരിയ ആയിട്ട് വരുന്നതാണ്. സെക്കൻഡ് വർക്ക് ഏരിയ എന്ന് പറയാം. വീടിൻ്റെ പുറകുവശത്ത് നമ്മൾ വന്നിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു അലക്കയിലും ടാപ്പും കൊടുത്തിരിക്കുന്നു. ഈ പുറകിൽ കാണുന്ന സ്ഥലം കൂടി വേണ്ടവർക്ക് ലഭ്യമാണ്. ബസ് റോഡിൽ നിന്നും 200 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. 1 കിലോമീറ്റർ താഴെയുള്ള സ്ഥലത്ത് നമുക്ക് ഹോട്ടല്, സ്കൂളുകൾ, പച്ചക്കറിക്കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ മുതലായ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെയൊക്കെ കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ജനൽപ്പാളികൾ, കതകുകൾ മുതലായവയെല്ലാം വരുന്നത് തേക്കിൻ തടിയിലാണ്. മുറ്റമൊക്കെ പെബിൾസ് വിരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. കാർ പോർച്ചിൻ്റെ പില്ലറുകളൊക്കെ ആണെങ്കിലും നല്ല വർക്കുകൾ ചെയ്ത് കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. യാതൊരുവിധ പ്രളയഭീഷണിയും ബാധിക്കാത്ത, പ്രകൃതിക്ഷോഭങ്ങളും ബാധിക്കാത്തൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ട് പൂർണ്ണമായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചാരുബെഞ്ചൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ട് ഒരു എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ലൊരു ഡിസൈനിൽ തന്നെയാണ്. നമ്മളധികം കണ്ടുപരിചയമില്ലാത്തൊരു മോഡലിലുള്ള ജനൽപ്പാളുകൾ, കതകുകളൊക്കെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. എല്ലാ വർക്കുകളും
നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാള് വരുന്നത്. ലിവിങ് ഹാളിൽ നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രെയർ യൂണിറ്റ് അവിടെ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വർക്കുകളാണ് എല്ലാം. അവിടെ നിന്ന് നമ്മൾ നേരെ ഫാമിലി ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഇവിടെയും ഒരു TV യൂണിറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഏറ്റവും അങ്ങേയറ്റത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. നല്ല ധാരാളം ഇൻറ്റീരിയർ വർക്കുകൾ ഈ വീടിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 27.5 സെൻറ്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം. ഓരോ വർക്കുകളും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന, നല്ല 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടെന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു വീടാണിത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. നല്ല വലിയ ഒരു ബെഡ്റൂം, 4 പാളിയുടെ ഒരു ജനലും 3 പാളിയുടെ ഒരു ജനാലയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിലത്ത് വിരിച്ചിരിക്കുന്ന ടൈലുകളൊക്കെ ആണെങ്കിലും പൂർണ്ണമായിട്ട് അപ്പോക്സി ചെയ്താണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നല്ല തടികൾ കൊണ്ടുള്ള ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നു. ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ്. ജാഗ്വാർ, പ്യാരിവെയർ മുതലായ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് ഈ ബാത്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. എക്സോസ്റ്റ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഫാമിലി ലിവിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നത്. എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിന് 4 പാളിയുടെ ഒരു വലിയ ജനാലയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ റൂമിൻ്റെയും വീടിൻ്റെയും ഭംഗി കൂട്ടുന്നു. ഇവിടെ ഒരു 3 പാളിയുടെ ഒരു അലമാര നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ വലിയൊരു ബാത്റൂം നമുക്കിവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കൂടി കാണാവുന്നതാണ്. നമ്മളൊരു വീട് വാങ്ങുമ്പോൾ ആദ്യം നോക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വീട്, അതോടൊപ്പം തന്നെ ജലലഭ്യതയുള്ളൊരു വീട്, നല്ല വഴി ഒക്കെ ആണ് നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത്. നല്ല നല്ല അയൽപ്പക്കങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തുചേർന്ന ഒരു വീടാണിത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റുകൾ, ഫാൻസി ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റുകൾ മുതലായവ എല്ലാം കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തെ ബെഡ്റൂമിലും തടികൾ കൊണ്ടുള്ള കബോർഡുകൾ നമുക്ക് കാണാവുന്നതാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു. നല്ലൊരു ഡിസൈനിലുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബാത്റൂമാണ് നമ്മൾ ഇവിടുന്ന് കണ്ടത്. നമ്മൾ വീണ്ടും ഹാളിലേക്ക് വന്നു. ഇത് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗമാണ് വരുന്നത്. അവിടെയാണ് നമ്മുടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടറൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കി. സാധാരണ വീടുകളിൽ കാണുന്നതിലും വ്യത്യസ്തമായിട്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് നമ്മൾ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി ഒരു വീട് എങ്ങനെ പണിയുമോ അതുപോലെ തന്നെ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു ബിൽഡർ പണിതിരിക്കുന്ന വീടാണ്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വീട്. ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത്. എല്ലാ ബെഡ്റൂമുകളും വലിപ്പമുള്ളതാണ്. നിങ്ങൾക്ക് ഈ റൂമിൻ്റെ അകത്തേക്ക് നോക്കി കഴിയുമ്പോൾ തന്നെ കാണാം, സാധാരണ ചെയ്തിരിക്കുന്ന പോലെയല്ല, നല്ല നല്ല വർക്കുകൾ ഓരോ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. എല്ലാ ബാത്റൂമിലും നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകൾ അപ്പോക്സി ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നു. എക്സോസ്റ്റ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ജനൽ കർട്ടനുകളും ഫർണിച്ചറും വീട്ടു സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ക്രമീകരണം.
ഇതാണ് നമ്മുടെ ഒരു സെമി ഓപ്പൺ കിച്ചണാണ് വന്നിരിക്കുന്നത് ഈ വീടിന്. ഇതാണ് കിച്ചണിലേക്കുള്ള ഒരു ഡോറ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. കിച്ചണിൽ വിരിച്ചിരിക്കുന്ന ടൈലുകളാണേലും അപ്പോക്സി ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഫേബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിരിക്കുന്നു. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ഏത് ബാങ്കിൻ്റെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ഇവിടെയായിട്ട് നമുക്കൊരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മുകളിലും താഴെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സ്റ്റോർ റൂമായിട്ട് തന്നെ ഈ ഒരു ഭാഗം ക്രമീകരിച്ചിരിക്കുന്നു. ഇത് നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ളൊരു വർക്ക് ഏരിയ ആണ്. വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് അതിനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങേയറ്റത്തായിട്ട് ഒരു ചെറിയ സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ റൂഫ് ഏരിയ കൂടി ഒന്ന് കാണാം. നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്കൊരു ഫങ്ഷനൊക്കെ വയ്ക്കുന്നതിന് പറ്റുന്ന രീതിയിലാണ്. നല്ല ഉയരത്തിൽ തന്നെയാണ് ഇതിൻ്റെ റൂഫൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഒന്നുകൂടി കാണിച്ചു എന്ന് മാത്രം. നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.